അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ്സിലെ തസ്കിയത്തുൽ വിൽദാൻ പാഠപുസ്തകത്തിലെ വർക്ക് ബുക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുള്ള മിസ്സായവർക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സ്ക്രീനിൽ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ക്ലിയർ കുറവോ മറ്റോ ഉണ്ടെങ്കിൽ അല്ലെങ്കിലും നിങ്ങളുടെ വർക്ക് ബുക്ക് എടുത്ത് വെച്ച് കൃത്യമായിട്ട് അതിൽ ശ്രദ്ധിക്കണം. ആവർത്തിച്ച് പറയില്ല, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സ്ക്രീനിൽ കാണുന്ന അൽ വഹിദത്തുൽ ഊല 1ാമത്തെ പാഠം സൂറത്തുൽ ഫലഖ്. ഇതിൻ്റെ അർത്ഥഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. പ്രധാന പദങ്ങളുടെ അർത്ഥവും ഇവിടെയുണ്ട്. നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് അടുത്ത പേജിലേക്കാണ്. ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് പോകാം. അപ്പോൾ ശ്രദ്ധിക്കുക. നേരെ കണ്ടോ നിങ്ങൾ 6ാമത്തെ പേജ്. അതിൻ്റെ താഴ്ഭാഗത്ത് കണ്ടോ നക്തുബുൽ മഅന, അർത്ഥം ഇതാണ്. ശരിക്കും ശ്രദ്ധിക്കണേ. ഫലഖുൻ പ്രഭാതം, ഗാസിഖ് രാത്രി, ഫിറാഷ് വിരിപ്പ്, റുഖിയത്തുൻ മന്ത്രം, സുമ്മുൻ വിഷം, സഖമുൻ രോഗം, മുതഅബ്ബിദുൻ കാവൽ തേടുന്നവൻ, വതറുൻ വില്ലിൻ്റെ ഞാൻ, ഷംഉൻ മെഴുക്, ഇബ്റത്തുൻ സൂചി. റെഡിയാണല്ലോ. ഇനി താഴെ നോക്കൂ. നുസരിഫു ഹാദിഹിൽ അഫ്ആൽ, താഴെ പറയുന്ന ഫിഅലുകൾ സർഫാക്കാനാണ്. 14 ഗ്യാപ്പ് ഉണ്ടാവും അവിടെ. 14 വസ്നുകളാണുള്ളത്, 14 പദങ്ങളുള്ളത്. അതിനുള്ള 14 ഗ്യാപ്പ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഉദാഹരണം നോക്കിട്ടോ. സഹറ, താഴെ ഹസദ, മസഹ. ഈ മൂന്നും മാളി മഅറൂഫ് മുസ്ബത്തിൻ്റെ പദങ്ങളാണ്. അതിനെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നില്ല. നമുക്ക് സർഫാക്കി പോവാം. ശരിക്കും ശ്രദ്ധിക്കാം. ഫസ്റ്റ് സഹറ കണ്ടില്ലേ. സഹറ, സഹറ, സഹറു, സഹറത്ത്, സഹറത്ത, സഹർന, സഹർത്ത, സഹർത്തുമ, സഹർത്തും, സഹർത്തി, സഹർത്തുമ, സഹർത്തുന്ന, സഹർത്തു, സഹർന. താഴെ ഹസദ, ഹസദ, ഹസദു, ഹസദത്ത്, ഹസദത്ത, ഹസദിന, ഹസത്ത, ഹസത്തുമ, ഹസത്തും, ഹസത്തി, ഹസത്തുമ, ഹസത്തുന്ന, ഹസത്തു, ഹസദിന. അവിടെ ശ്രദ്ധിക്കണേ. ഹസത്ത എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കും ഹ സ ത എന്ന് മാത്രമല്ല, ഹസദ് ത എന്നാണ് അവിടെ ഉള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? പക്ഷെ പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പറയുക. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഓക്കെ. അടുത്തത് ഇപ്പുറത്തെ ഭാഗത്ത് മസഹ കണ്ടോ അവിടെ. മസഹ, മസഹ, മസഹു, മസഹത്ത്, മസഹത്ത, മസഹ്ന, മസഹ്ത, മസഹ്തുമ, മസഹ്തും, മസഹ്തി, മസഹ്തുമ, മസഹ്തുന്ന, മസഹ്തു, മസഹ്ന. റെഡി. ഇനി നോക്കി. മാവജദ, മാവഖബ, മാത്വലബ. കണ്ടോ 3 എണ്ണം. ഇത് മാലി മഅറൂഫ് മംഫിയാണ്. നേരത്തെ മുസ്ബത്ത് ഇട്ടോ. ഇത് മംഫി, അതായത് ഇല്ല എന്നതിനെ സൂചിപ്പിക്കാൻ ഉള്ള പദം. ശ്രദ്ധിക്കാം. മാ വജദ, മാ വജദ, മാ വജദു, മാ വജദത്ത്, മാ വജദത്ത, മാ വജദിന, മാ വജത്ത. അത് ശ്രദ്ധിക്കണേ. പെട്ടെന്ന് പറയുമ്പോൾ ചിലപ്പം സൈവും ദാല് അവിടെ ഉണ്ട് എഴുത്തിൽ, പക്ഷെ പറച്ചിലില്ല. മാ വജത്ത, മാ വജത്തുമ, മാ വജത്തും, മാ വജത്തി, മാ വജത്തുമ, മാ വജത്തുന്ന, മാ വജത്തു, മാ വജദിന. അവിടെ എഴുതുമ്പോൾ നിങ്ങൾ എന്ന് എഴുതിയാൽ പോരട്ടോ. വജദ്ത്ത എന്നാണ് എഴുതേണ്ടത്. ദാലിന് സുക്കൂനിട്ടില്ലെങ്കിലും ദാലവിടെ വേണം. ഓക്കെ. അടുത്തത് മാ വഖബ, മാ വഖബ, മാ വഖബു, മാ വഖബത്ത്, മാ വഖബത, മാ വഖബ്ന, മാ വഖബ്ത, മാ വഖബ്തുമ, മാ വഖബ്തും,
മാ വഖബ്തി മാ വഖബ്തുമാ മാ വഖബ്തുന്ന മാ വഖബ്തു മാ വഖബ്ന. ഇനി അടുത്ത് നോക്കൂ. മാ ത്വലബ മാ ത്വലബ മാ ത്വലബു മാ ത്വലബത് മാ ത്വലബത മാ ത്വലബ്ന മാ ത്വലബ്ത മാ ത്വലബ്തുമാ മാ ത്വലബ്തും മാ ത്വലബ്തി മാ ത്വലബ്തുമാ മാ ത്വലബ്തുന്ന മാ ത്വലബ്തു മാ ത്വലബ്ന. ഇനി ഇംലയിൽ ജദ്വൽ അവിടെ വിട്ട ഭാഗമുണ്ട്. മാലി മഅറൂഫ് മുസ്ബത്ത് തന്നെയാണ്, പക്ഷെ വിട്ട ഭാഗം എന്ത് ചെയ്യുക? പൂരിപ്പിക്കുക. നോക്കൂ, കണ്ടോ? ഹസദ ഹസദ ഹസദു ഹസദത്ത് ഹസദത്ത ഹസദിന ഹസത്ത. കണ്ടോ? നേരത്തെ ഞാൻ പറഞ്ഞത് കണ്ടില്ലേ? ഹസദത്ത എന്നവിടെ ദാലുണ്ട് എഴുതിയപ്പം ഹസത്ത എന്നാണ്, പക്ഷേ നമ്മൾ വായിക്കുക. ശ്രദ്ധിക്കണം അവിടെ കേട്ടോ, ആ രണ്ട് സ്ഥലത്തും ശ്രദ്ധിക്കണം. എവിടെ ഏതൊക്കെ സ്ഥലത്ത്? മാവജദൻ്റെ അടുത്തും അതുപോലെ ഹസദ, നേരത്തെ ഹസദൻ്റെ അടുത്തും. അപ്പോൾ ഓക്കെ. ഹസത്ത ഹസത്തുമാ ഹസത്തും ഹസത്തി. കണ്ടോ? ഹസത്തുമാ ഹസത്തുന്ന ഹസത്തു ഹസദിന. ഓക്കെ. ഇനി അടിയിലതാ മാ നഫസ മാ നഫസ മാ നഫസു മാ നഫസത് മാ നഫസത മാ നഫസ്ന മാ നഫസ്ത മാ നഫസ്തുമാ മാ നഫസ്തും മാ നഫസ്തി മാ നഫസ്തുമാ മാ നഫസ്തുന്ന മാ നഫസ്തു മാ നഫസ്ന. ഇനി താഴെ നോക്കൂ. ഉക്തുബ് കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളത് പോലെ എഴുതുക. അതെങ്ങനെ ഉദാഹരണത്തിലുള്ളത്? കതബ എഴുതി, കതബ്തു ഞാൻ എഴുതി, മാ കതബ്ത നീ എഴുതിയിട്ടില്ല. അപ്പം അതിൻ്റെ താഴെ എങ്ങനെ എഴുതുക? നോക്കൂ. നഫസ ഊതി, നഫസ്തു ഞാൻ ഊതി, മാ നഫസ്ത നീ ഊതിയിട്ടില്ല. ഓക്കെ അല്ലേ? ഇനി താഴെ നോക്കൂ. ഹസദ അസൂയ വെച്ചു, ഹസത്തു ഞാൻ അസൂയ വെച്ചു, മാ ഹസത്ത നീ അസൂയ വെച്ചിട്ടില്ല. ഓക്കെ. താഴെ നസല ഇറങ്ങി, നസൽത്തു ഞാൻ ഇറങ്ങി, മാ നസൽത്ത നീ ഇറങ്ങിയിട്ടില്ല. റെഡിയല്ലേ? വ്യക്തമായല്ലോ? അപ്പോൾ ഓക്കെ. ഇനി താഴെ നോക്കൂ. അജിബ് ബി കലിമ, ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. ഒന്ന്, മനിൽ യഹൂദിയുല്ലദി സഹറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്ക് സിഹർ ചെയ്ത യഹൂദി ആര്? ഉത്തരം ലബീദ് ബിനു അഹ്സം. ഓക്കെ, റെഡിയല്ലേ? രണ്ട്, മാദാ യഖ്റഉ ഇൻദൽ ഇവാഇലൽ ഫിറാഷ്, വിരിപ്പിലേക്ക് ചായുമ്പോൾ, അത് കിടക്കാൻ നേരത്ത് എന്താണ് ഓതേണ്ടത്? സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. മൂന്ന്, ഐന ദുഫിയ അഷ്യാ സിഹർ, സിഹറിൻ്റെ വസ്തുക്കൾ കുഴിച്ചിടപ്പെട്ടു എവിടെ? അതായത് എവിടെയാണ് കുഴിച്ചിട്ടത്? ഉത്തരം ബിറു അരീസ്. നാല്, കം ഔസാനൽ മാലി അൽ മഅറൂഫ്, മാലി മഅറൂഫിൻ്റെ വസ്നുകൾ എത്ര? നമ്മൾ നേരത്തെ എഴുതില്ലേ? 14. 14 എണ്ണല്ലേ ഇത്? ഇത് അവിടെയൊക്കെ എഴുതി നോട്ട്. നെക്തഷിഫുൽ ഇജാബാത്ത്, ഉത്തരം എഴുതുക, വ്യക്താക്കുക. ഒന്ന്, മൽ ഔഖാത്തുല്ലത്തി തുത്ലബു ഫിഹാ ഖിറാഅത്തുൽ ഫലഖി വന്നാസ്, സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും പാരായണത്തിനു നിർദ്ദേശിക്കപ്പെട്ട സമയങ്ങളേവ? നമ്മൾ കിതാബിൽ കുറേ സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാവിലെയും വൈകുന്നേരവും, ഫർലാക്കപ്പെട്ട നിസ്കാരങ്ങൾക്കു പിറകെ, മന്ത്രിക്കുന്ന സമയത്ത്, കിടക്കാൻ നേരത്ത്, അതൊക്കെ എഴുതുക. രണ്ട്, മാദാ കാന യഫ്അലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അവാ ഇലാ ഫിറാശി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരിപ്പിലേക്ക് എത്തിയാൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഫലക്കും നാസും ഓതി, മന്ത്രിച്ച്, കയ്യിലൂതി, മുഖവും ശരീരത്തിൻ്റെ കൈയെത്തുന്ന ഭാഗങ്ങളൊക്കെ തടവും. വ്യക്തമല്ലേ? മൂന്ന്,
മത്ത അൻസലല്ലാഹു സൂറത്തുൽ മുഅവ്വിദത്തൈനി, സൂറത്തുൽ മുഅവ്വിദത്തൈനി അള്ളാഹു ഇറക്കിയത് എപ്പോഴാണ്? ഇറക്കിയത്? ലബീദ് ബിൻ അസം എന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്തപ്പോൾ. 4 കൈഫ സഹറ യഹൂദിയു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്തത് എങ്ങനെയാണ്? വില്ലിൻ്റെ ഞാണിൽ മന്ത്രിച്ചൂതി മെഴുകുകൊണ്ട് നബി തങ്ങളുടെ പ്രതിമ ഉണ്ടാക്കി 11 സൂചി ആ രൂപത്തിൽ, നബി തങ്ങളുടെ രൂപത്തിൽ മെഴുകുകൊണ്ടുണ്ടാക്കിയ രൂപത്തിൽ കുത്തിവെച്ച് ഈ വില്ലിൻ്റെ ഞാണും കൂട്ടിക്കെട്ടി ബീർ അരീസിൽ കൊണ്ടുപോയിട്ടു. അങ്ങനെയാണല്ലോ സിഹർ ചെയ്ത്. അപ്പോൾ ഓക്കെ, ഇനി ഇപ്പുറത്തെ ഭാഗം ശ്രദ്ധിക്കൂ. 5 കാണുന്നുണ്ടല്ലോ അല്ലേ? 10ാമത്തെ പേജ്. കൈഫ ജഅലഹുല്ലാഹു ഫി ഖൈബത്തിൻ വ ഫളിഹ ഫി സിഹരി, സിഹർ ചെയ്ത ജൂതനെ അള്ളാഹു എങ്ങനെ നിരാശയിലും അപമാനത്തിലുമാക്കി? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സിഹർ ചെയ്ത് കുഴിച്ചിട്ട സ്ഥലമൊക്കെ വ്യക്തമാക്കി അറിയിച്ചു കൊടുത്തു. അപ്പം അവരെന്തായി? വഷളത്തരത്തിലായി. 6 മാതാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഉഖബത്ത് ബിൻ ആമിർ, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഫലക്കും നാസും, ഈ 2 സൂറത്തിനെ പോലെ കാവൽ തേടാൻ പറ്റിയ മറ്റൊരു സൂറത്തില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി താഴെ ഉള്ളത് നോക്കൂട്ടോ. ഫസ്സിരിൽ ആയ, ആയത്തിൻ്റെ തഫ്സീർ എഴുതാനാണ്. ഒമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ് മിൻ ശരി മാ ഖലഖ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇവിടെ കണ്ടങ്ങൾ 1ാമത്തെ പേജിൽ ഇതിൽ നോക്കിയിട്ട് ആ ഭാഗം എന്ത് ചെയ്യുക? നിങ്ങൾ കൃത്യമായിട്ട് പൂരിപ്പിക്കുക. വ്യക്തമായല്ലോ? ഇനി അൽ വാജിബുൽ മൻസിലി, ഒരു ഹോംവർക്ക്. നുഇദ്ദു, എല്ലാം ഇപ്പോൾ ഹോംവർക്ക് തന്നെയാണല്ലോ, അത് വേറെ വിഷയം. നുഇദ്ദു തഫ്സീറ സൂറത്തിൽ ഫലഖി ഫി ലുഗത്തിന ഹസ്ബ മാ നഅരിഫു, നിങ്ങളെ ലാംഗ്വേജിൽ, നിങ്ങളെ ഭാഷയിൽ ഈ ഫലക്ക് സൂറത്തിനക്ക് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്, അതിൻ്റെ ആശയം. ഫസ്റ്റിൽ നമ്മളെ തുടക്കത്തിലുണ്ടല്ലോ, ആ രൂപത്തിൽ അതിൻ്റെ മൊത്തത്തിലൊരർത്ഥം നിങ്ങൾ എഴുതുക. അത് അവിടെ നോക്കിയിട്ട് വ്യക്തമാക്കി എഴുതുക. അപ്പോൾ ഓക്കെ, ഇത് വർക്ക് ബുക്കുകൾ നിങ്ങൾ പൂർത്തിയാക്കുക. അക്ഷരത്തെറ്റങ്ങളില്ലാതെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് പൂർത്തിയാക്കണം. പിന്നെ ഇൻഷാ അല്ലാഹ് മറ്റ് വർക്കുകളുടെ വീഡിയോ ഇൻഷാ അല്ലാഹ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് മറ്റ് പാഠഭാഗങ്ങളൊക്കെ കിട്ടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്തും ബർക്കത്തും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.